ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ റബീഉൽ അവ്വൽ മാസമൊക്കെയാണല്ലേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് ഇറങ്ങി വന്ന മാസമാണല്ലേ പുണ്യ റബീഉൽ അവ്വൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് വന്നതിൻ്റെ കാരണമായിട്ട് ഇന്ന് ഈ ലോകത്ത് ഒരുപാട് മുസ്ലിമീങ്ങളുണ്ടല്ലേ. നമ്മളൊക്കെ മുസ്ലിമായിട്ട് ജനിക്കാൻ കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്നത്തെ ആ വരവാണ്, അന്നത്തെ ആ ജനനമാണ്. അതുകൊണ്ട് തന്നെ ഈ പുണ്യ റബീഉൽ അവ്വൽ നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും ഒരു മാറ്റത്തിലേക്കുള്ള വഴിത്തിരിവായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും മുസ്ലിമായി നമ്മൾ ജനിച്ചു. അല്ലാഹു തആല അതിലും വലിയ നമുക്ക് അനുഗ്രഹം നമുക്ക് വേറെ തരാനില്ല അല്ലേ. നമ്മളെ മുസ്ലിമായിട്ട് ജനിപ്പിച്ചു. ഓരോ വിശ്വാസിയും, ഇപ്പോൾ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഞാൻ പൊതുവായിട്ടാണ് പറയുന്നത്, നമ്മൾ ജനിക്കുന്ന സമയത്ത് ഏതാണോ മതം അതിൽ തുടരുകയാണ് അല്ലേ. അപ്പോൾ നമ്മളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയില്ല നമ്മൾ ഹിന്ദു ആയിട്ടാണോ ക്രിസ്ത്യൻ ആയിട്ടാണോ ഏതായിട്ടാണോ ജനിച്ചത്. എല്ലാ മതത്തിനും അതിൻ്റേതായിട്ടുള്ള പുണ്യതയുണ്ട്, പവിത്രതയുണ്ട്. നമ്മൾ ഒരു മതത്തെയും കുറ്റം പറയല്ല, എല്ലാവരും സഹോദരന്മാരാണ്. നമ്മൾ മുസ്ലിമായിട്ട് ജനിച്ചതിൽ നമ്മൾ അഭിമാനിക്കണം. നമ്മൾ ഓരോരുത്തരും ജനിച്ച സമയത്ത് നമ്മൾ ഏതാണോ മതം അതിൽ നമ്മൾ തുടരുകയാണല്ലേ ചെയ്യുന്നത്. ഞാൻ പൊതുവായിട്ടാണ് പറയുന്നത് കേട്ടോ. നമ്മൾ അതുകൊണ്ട് തന്നെ മുസ്ലിമായിട്ട് ജനിച്ചു. അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ അള്ളാഹുവിൻ്റെ വിധി കൊണ്ട് അതിൽ തുടരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് ആഗതമായതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ജനിച്ചു, മുസ്ലിമായിട്ട് തന്നെ ജനിച്ചു. മുസ്ലിമായിട്ട് ജനിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, മുസ്ലിമിൻ്റെ പേരിട്ടതുകൊണ്ടും കാര്യമില്ല. നമ്മൾ അല്ലാഹു തആലയ്ക്ക് ഏറ്റവും നന്നായിട്ട് എടുക്കണം, അല്ലാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കണം. എന്നാലേ നമ്മൾ ഈ യാത്രക്കൊരു അവസാനത്തിൽ നല്ലൊരു സുഖമുള്ള അവസാനമാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരു യാത്ര അല്ലെങ്കിൽ വെറുതെ ജീവിച്ചു എന്നല്ലേ ഉണ്ടാവുള്ളൂ. നല്ലൊരു മനുഷ്യനാകാൻ അല്ലാഹു തആലയിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ പഠിക്കുന്നത് അല്ലാഹു തആലയിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ്. അതുപോലെ തന്നെ ദുസ്വഭാവങ്ങളുള്ള നല്ല സ്വഭാവം ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കാൻ നിങ്ങൾക്ക് കഴിയണില്ല എന്നുണ്ടെങ്കിൽ അല്ലാഹു തആല തന്ന ഒരു അവസരമായിട്ട് കണക്കാക്കി നിങ്ങൾ ഇതിനെ സ്വീകരിക്കണം. നമ്മുടെ ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ നല്ല മനുഷ്യനാകാം എന്ന ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ദുശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ദേഷ്യം, വാശി, ക്ഷമകേട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറിക്കിട്ടും. അതുപോലെ നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മൾ നിസ്കരിക്കാൻ ഭയങ്കര മടിയുണ്ട്, നോമ്പ് നോക്കാൻ മടിയുണ്ട്, ഇബാദത്തുകൾ ചെയ്യാൻ പൊതുവെ എനിക്ക് മടിയാണ് എന്നുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. പിശാചിൻ്റെ ഓരോ കളിയാണോ ഇതൊക്കെ, നമുക്കതൊക്കെ മാറ്റിയെടുക്കാം. അല്ലാഹു തആലയിലേക്ക് ഏറ്റവും നന്നായിട്ട് എടുക്കാം. ഇനി എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊന്ന് തൗബ ചെയ്തു ഒന്നുകൂടി ഫ്രഷ് ആവണമെന്നുണ്ട് എങ്കിലും ചേർന്നോളൂ നമ്മുടെ ക്ലാസ്സിൽ. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ തന്നെയായിരിക്കും. എനിക്കൊരു പ്രശ്നവുമില്ല, തൗബയും ചെയ്യേണ്ട, എന്നാലും എനിക്ക് അള്ളാഹുലേക്ക് കൂടുതൽ നന്നായിട്ട് അടുക്കണം. അള്ളാഹുലേക്ക് നന്നായിട്ട് അടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. നമ്മുടെ ഈ ഒരു മാറ്റത്തിൻ്റെ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണം. അതുകൊണ്ട് തന്നെ എല്ലാവരും ജോയിൻ ചെയ്തോളൂ. ഇനി ഇതിൻ്റെ ഫീൻ്റെ കാര്യം കൂടി പറയാനുണ്ടല്ലേ. ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ് നമുക്ക് ഫീ വരുന്നത്. അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സിൽ ചേരുന്നുണ്ട്. നിസ്കരിക്കാൻ മടിയുള്ളവരും, എന്തായാലും നിസ്കരിക്കാനൊന്നും മടിയില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇതിൽ ചേരുന്നുണ്ട്. അല്ലാഹു തആലയ്ക്ക് ഒന്നുകൂടി എടുക്കണം, എനിക്ക് പഠിച്ചുകൊണ്ട് ഒന്നുകൂടി നന്നായിട്ട് അടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചേരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും നല്ല റാഹത്തായി തന്നെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. 20 ദിവസത്തെ ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 20 ദിവസം കൊണ്ട് എന്ത് ദുസ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിലും, എന്ത് ദുസ്വഭാവങ്ങളിൽ അല്ലാഹുവിലേക്ക് എനിക്ക് നന്നായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ സാക്ഷാത്കരിക്കും. ഇനി ഈ ക്ലാസ്സിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞുതരാം. ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെ നമ്പറും കാണാൻ പറ്റില്ല, അതായത് നിങ്ങളുടെ നമ്പറും ആർക്കും കാണാൻ പറ്റില്ല. ഒരുപാട് പേർക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗമാവുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മൾ വിളിക്കുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കൊരു സുവർണാവസരം തന്നെയാണ്. അല്ലാഹു തആലയായിട്ട് ഒരുക്കി തന്ന അവസരമായിട്ട് നിങ്ങൾ ഇതിനെ കാണണം, ഉപയോഗപ്പെടുത്തണം. പടച്ചോന് ഖിയാമത്ത് നാളെ നിൻ്റെ പണം എന്തിനു ചെലവഴിച്ചു, നിൻ്റെ സമയം എന്തിനു ചെലവഴിച്ചു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല കാര്യങ്ങളും വേണ്ടേ നമുക്ക്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ധാരാളം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും, ചെറിയതായിട്ടോ വലുതായിട്ട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു തആലയുടെ മാപ്പ് ചോദിച്ച് നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് പൂർണ്ണമായിട്ടും മടങ്ങാനുള്ള ഒരു അവസരമാണിത്. ഈ ഒരു പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് അതിന് അവസരം പടച്ചവൻ തന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ എത്തിയിട്ടില്ലല്ലോ, നിങ്ങളുടെ പൈസ വെറുതെ ചിലവാകുമെന്ന് വിചാരിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക ഇൻഷാ അല്ലാഹ്. 500 രൂപയാണ് ഫീ. പറഞ്ഞ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.